നമസ്കാരം സുഹൃത്തുക്കളെ, ജേണി ടു വിസത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ചരിത്ര നഗരമായ ഉജ്ജയിനിയുടെ രാജാവായി വാഴുന്ന മഹാകാലേശ്വരൻ, ക്ഷേത്രങ്ങളുടെ നഗരമായ ഉജ്ജയിനിയുടെ പേരും പെരുമയും വിശ്വാസികൾക്കിടയിൽ ഉയർത്തിയ ജ്യോതിർലിംഗ ക്ഷേത്രമായ മഹാകാലേശ്വർ ക്ഷേത്രത്തിന് കാലത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന കുറച്ച് വിശ്വാസ സത്യങ്ങളുണ്ട്. ഭൂമിക്കടിയിലുള്ള ഒരു നില ഉൾപ്പെടെ 5 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്കും അതിൻ്റെ രസകരമായ വസ്തുതകളിലേക്കും നമുക്ക് ഇന്ന് കടന്നു ചെല്ലാം. ക്ഷേത്രങ്ങളുടെയും ചരിത്രത്തിൻ്റെയും നാടാണ് ഉജ്ജയിനി. വിക്രമാദിത്യ കഥകളിലെ നഗരം. മഹാഭാരതത്തിലെ അവന്തി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഉജ്ജയിനി ഗുപ്തരാജാവായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ, അതായത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലസ്ഥാനവും ആയിരുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ചുള്ള 7 പുണ്യ നഗരങ്ങളിൽ ഒന്നും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേത്രദർശനം നടത്തുക എന്നത് വളരെ സവിശേഷമായ കാര്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. മാന്ത്രിക നഗരം എന്നും ഉജ്ജയിനിയെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നു. ഉജ്ജയിനിയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിർമ്മിതികളിൽ ഒന്നാണ് മഹാകാലേശ്വർ ക്ഷേത്രം. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് ഏറ്റവും വലിയ ജ്യോതിർലിംഗ ക്ഷേത്രമാണ്. 8 മഹാശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണിത്. പരമശിവൻ ഇവിടെ മഹാകാലേശ്വരനായി സ്വയം പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. മഹാകാലേശ്വരനായ പരമശിവൻ സമയത്തിൻ്റെ ദൈവം ആണെന്നാണ് മറ്റൊരു വിശ്വാസം. മഹാകാലേശ്വരനെ സംബന്ധിച്ച് പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഉജ്ജയിനിയിലെ രാജാവായിരുന്ന ചന്ദ്രസേനൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി പരമശിവൻ മഹാകാലേശ്വരനായി നാടിൻ്റെ രക്ഷകനായി അവതരിച്ചു അത്രേ. ഇതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് മഹാകാലേശ്വരൻ തങ്ങളുടെ രക്ഷകനും നാടിൻ്റെ രാജാവുമാണ്. സതീദേവിയുടെ ജീവത്യാഗത്തിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. പിതാവായ ദക്ഷൻ്റെ അവഗണനയിൽ വിഷമിച്ച് തീയിലേക്ക് നടന്നു കയറിയപ്പോൾ കോപിഷ്ഠനായ പരമശിവൻ മഹാകാലനായി മാറിയെന്നാണ് മറ്റൊരു വിശ്വാസം. സമയത്തിന് മുമ്പുള്ളവൻ അല്ലെങ്കിൽ സമയത്തിൻ്റെ ദൈവം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദക്ഷിണ ദിക്കിലേക്ക് ദർശനമുള്ള ഏക ജ്യോതിർലിംഗ ക്ഷേത്രം കൂടിയാണിത്. യമദേവൻ്റെ ദിശയാണ് തെക്ക് എന്നാണ് പറയുന്നത്. മഹാകാലേശ്വരനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇതാണ്. സ്ഥലപുരത്തെ രാജാവായ ചന്ദ്രസേനൻ കടുത്ത ശിവഭക്തനായിരുന്നു. ഇവിടുത്തെ ശ്രീഘർ എന്നു പേരായ ഒരു കുട്ടി രാജാവിനൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചു. എന്നാൽ രാജകുടുംബം ദരിദ്രരെ തങ്ങൾക്കൊപ്പം പ്രാർത്ഥനയിൽ ചേരാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞ് ശ്രീഘറിനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി. ദുഷൻ എന്ന രാക്ഷസനുമായി ചേർന്ന് അവിടുത്തെ ചില ഭരണാധികാരികൾ ചന്ദ്രസേനൻ രാജാവിനെതിരെ നടത്തിയ ചില ഗൂഢാലോചനകൾ ശ്രീഘർ കേൾക്കുവാനിടയായി. അവർ അവന്തിക നഗരത്തെ ആക്രമിക്കുകയും പട്ടണത്തിലെ ഭക്തരുടെയും മറ്റ് സന്യാസിമാരുടെയും ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിക്കുകയും ചെയ്തു. ഈ സമയം ശ്രീഘർ പുരോഹിതർക്കൊപ്പം പരമശിവനെ കഠിനമായി തപസ് ചെയ്തു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ പരമശിവൻ മഹാകാലേശ്വരനായി അവതരിച്ച് നഗരത്തെ രക്ഷിച്ചുവെന്നാണ് വിശ്വാസം. മഹാകാലേശ്വരൻ്റെ വിഗ്രഹം ദക്ഷിണമുഖി എന്നാണ് അറിയപ്പെടുന്നത്. അതിനർത്ഥം അത് തെക്ക് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ മഹാകാലേശ്വരിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണിത്. മഹാകാൽ ക്ഷേത്രത്തിന് മുകളിലുള്ള ശ്രീകോവിലിലാണ് ഓംകാരേശ്വർ മഹാദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക് ഭാഗങ്ങളിൽ ഗണപതി ഭഗവാൻ, പാർവതീദേവി, കാർത്തികേയസ്വാമി എന്നിവരുടെ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്ത് പരമശിവൻ്റെ വാഹനമായ നന്ദിയുടെ പ്രതിമയുണ്ട്. 3-ാം നിലയിലെ നാഗചന്ദ്രേശ്വരൻ്റെ വിഗ്രഹം നാഗപഞ്ചമി നാളിൽ മാത്രം ദർശനത്തിനായി തുറന്നിരിക്കുന്നു. ക്ഷേത്രത്തിന് 5 നിലകളുണ്ട്. അതിലൊന്ന് ഭൂമിക്കടിയിലാണ്. തടാകത്തിന് സമീപം കൂറ്റൻ മതിലുകളാൽ ചുറ്റപ്പെട്ട വിശാലമായ മുറ്റത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാകാൽ എന്നാൽ മരണത്തിൻ്റെ നാഥൻ എന്നും അർത്ഥമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും ഇവിടെ നടത്തുന്നു. പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെ നടത്തുന്ന ഭസ്മ ആരതി വിവിധ കാരണങ്ങളാൽ പ്രസിദ്ധമാണ്. നദിക്കരികെ ഘാട്ടുകളിൽ നിന്നും മരിച്ചവരുടെ ചിതാഭസ്മം ഉപയോഗിച്ചാണത്രേ നേരത്തെ ഭസ്മാരതി നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന ഭസ്മമാണ് ആരതിക്ക് ഉപയോഗിക്കുന്നത്. സ്വയംഭൂ ശിവലിംഗത്തെ ഈ ഭസ്മത്തിൽ പൊതിഞ്ഞ്
മഹാകാലേശ്വരൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നതാണ് ഈ ആരതി. അതിരാവിലെയുള്ള ആദ്യത്തെ ആരതി പുലർച്ചെ 4 മുതൽ 6 വരെയാണ് നടത്തുന്നത്. രണ്ടാമത്തെ ആരതിയുടെ സമയം രാവിലെ 7 മണിയാണ്. വൈകിട്ട് 5-നാണ് അടുത്ത ആരതി. കൂടാതെ രാത്രി 7 മണിക്ക് നടക്കുന്ന അവസാനത്തെ ആരതിയോടെ ക്ഷേത്രം അടയ്ക്കുകയും ചെയ്യും. മഹാകാലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള പൊതുവായ ഗതാഗത മാർഗങ്ങൾ ഇവയാണ്. ഉജ്ജയിനിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇൻഡോറിലെ ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ടാണ്. ഇത് ഏകദേശം 55 കിലോമീറ്റർ അകലെയാണ്. വിമാനത്താവളത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ടാക്സി വാടകയ്ക്കെടുക്കാം, അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത ക്യാബിൽ ഉജ്ജയിനിയിൽ എത്തിച്ചേരാം. ട്രെയിൻ മാർഗമാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉജ്ജയ് ജംഗ്ഷൻ ആണ്. ഇത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഉജ്ജയിനിയിലേക്കും തിരിച്ചും നിരവധി ട്രെയിനുകൾ സ്ഥിരമായി ഓടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സിയോ ഓട്ടോറിക്ഷയോ വഴി മഹാകാലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. സ്വകാര്യ കാർ, ബസ് അല്ലെങ്കിൽ ടാക്സി വഴി നിങ്ങൾക്ക് ഉജ്ജയിനിയിൽ എത്തിച്ചേരാം. ഇൻഡോർ, ഭോപ്പാൽ, ഗ്വാളിയോർ തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായി ഈ നഗരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉജ്ജയിനിയിലെത്തിയാൽ ഓട്ടോറിക്ഷകൾ, സൈക്കിൾ റിക്ഷകൾ അല്ലെങ്കിൽ ടാക്സികൾ പോലുള്ള പ്രാദേശിക ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് മഹാകാലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. മഹാകാലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഏറ്റവും പറ്റിയ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. ഇത് ഈ മേഖലയിലെ ശൈത്യകാലവും വസന്തകാലത്തിൻ്റെ തുടക്കവുമാണ്. ഈ കാലയളവിലെ കാലാവസ്ഥ താരതമ്യേന സുഖകരവും ക്ഷേത്രം പര്യവേഷണം ചെയ്യാൻ അനുയോജ്യവുമായ സമയമാണ്. കൂടാതെ ഈ കാലഘട്ടത്തിൽ ഉജ്ജയിനിയിൽ നിരവധി പ്രധാന ഉത്സവങ്ങൾ നടക്കുന്നു. ഇത് നഗരത്തിൻ്റെ ആത്മീയ അന്തരീക്ഷവും സാംസ്കാരിക ഉന്മേഷവും വർദ്ധിപ്പിക്കുന്നു. നവരാത്രി, ദീപാവലി, കാർത്തിക പൂർണിമ തുടങ്ങിയ ഉത്സവങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ഉത്സവ ആവേശത്തിന് സാക്ഷ്യം വഹിക്കാനും പരമ്പരാഗത ആചാരങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കുവാനും ഈ സമയത്ത് സന്ദർശിച്ചാൽ അവസരമുണ്ടാകും. മന്ദിർ പരിസാർ വിസ്താർ യോജന പ്രകാരം പുനർവികസിപ്പിച്ച മഹാകാലേശ്വര ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയാണ് മഹാകാൽ ലോഗ്. പഴയ രുദ്രസാഗർ തടാകത്തിന് ചുറ്റുമായി 900 മീറ്റർ നീളത്തിലായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ കൊത്തുപണികളുള്ള 108 തൂണുകളും ഇടനാഴിയുടെ ഭാഗമാണ്. ഒരു ആത്മീയ അന്വേഷകൻ്റെ മുഴുവൻ അഭിലാഷവും മുക്തി അല്ലെങ്കിൽ മോക്ഷം നേടുക എന്നതാണ്. അതായത് നിങ്ങൾ ഭൗതികതയെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അസ്തിത്വത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെ മറികടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അസ്തിത്വത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെ മറികടക്കുക എന്നതിനർത്ഥം ജീവിതത്തിൻ്റെ ആവർത്തന പ്രക്രിയയെ മറികടക്കുക എന്നതാണ്. ജീവിതത്തിൻ്റെ ആവർത്തന പ്രക്രിയയെ മറികടക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ നിർബന്ധിത പ്രകൃതത്തെ മറികടക്കുക എന്നതാണ്. നിർബന്ധിത അവസ്ഥയിൽ നിന്ന് ബോധത്തിലേക്കുള്ള യാത്രയാണത്. നിങ്ങൾക്ക് നിർബന്ധിതാവസ്ഥയിൽ നിന്ന് ബോധത്തിലേക്ക് നീങ്ങണമെങ്കിൽ ശാരീരിക അസ്തിത്വത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ പ്രകടമായ ഇപ്പോൾ ഉള്ള സമയത്തിൻ്റെ പരിമിതമായ അനുഭവം മറികടക്കേണ്ടതുണ്ട്. ഭൗതികതയുടെ അടിസ്ഥാനമോ ശരീരത്തിൻ്റെ പരിമിതികളോ ഇല്ലാതെ നിങ്ങൾ സമയം അനുഭവിക്കുകയാണെങ്കിൽ ആ സമയത്തെ നമ്മൾ മഹാകാലം എന്ന് വിളിക്കുന്നു. സൃഷ്ടിയിലുള്ള എല്ലാ വസ്തുക്കളും തകർക്കപ്പെടുന്ന മടിത്തട്ടാണ് മഹാകാല. ഗാലക്സികൾ വളരെ വലുതാണ്, പക്ഷേ ഇപ്പോഴും അവ സൃഷ്ടിയുടെ ഒരു ചെറിയ കണികകളാണ്. ബാക്കിയെല്ലാം ശൂന്യമാണ്. ഒരു ആറ്റത്തിൻ്റെ 99% അതിലധികമോ ശൂന്യതയാണ്. അതാണ് മഹാകാലം. ആറ്റം ചാക്രിക ചലനങ്ങളിലാണെങ്കിലും 99%-ലധികവും ശൂന്യതയാണ്. ഈ വലിയ പ്രപഞ്ചത്തിൽ 99%-ലധികം ശൂന്യതയാണ്. കൂറ്റൻ ഗാലക്സികൾ ചാക്രിക ചലനങ്ങളിലാണ്, എന്നാൽ 99%-ലധികം ശൂന്യതയാണ്. അതുകൊണ്ട് മഹാകാലത്തിൻ്റെ മടിയിൽ വെച്ചാണ് സൃഷ്ടി നടക്കുന്നത്. സൃഷ്ടിയുടെ പരിമിതമായ കണികകളിൽ നിങ്ങൾ ഉൾപ്പെട്ടു പോയാൽ ഒരു ചാക്രിക ചലനമായി നിങ്ങൾക്ക് സമയം അനുഭവപ്പെടും. ഈ മാനത്തെ സംസാരം എന്ന് വിളിക്കുന്നു, അതായത് ചാക്രിക ചലനങ്ങൾ. ഇതിനെ മറികടക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വൈരാഗ്യം എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾ സുതാര്യമായിരിക്കുന്നു എന്നാണ്. നിങ്ങൾ സുതാര്യമാണെങ്കിൽ നിങ്ങൾ വെളിച്ചം തടഞ്ഞു നിർത്തില്ല. നിങ്ങൾ പ്രകാശത്തെ തടയുന്നില്ല. ജീവിതത്തിൻ്റെ നിർബന്ധിത സ്വഭാവത്തിൽ നിന്നോ ജീവൻ്റെ ചാക്രിക ചലനത്തിൽ നിന്നോ നിങ്ങൾ സ്വതന്ത്രനായി എന്നാണ് അർത്ഥം.
ജീവിതത്തിൻ്റെ ചാക്രികമായ ചലനത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രനാവുകയാണെങ്കിൽ നിങ്ങൾ മുക്തിയിലാണ്, അഥവാ സമ്പൂർണ്ണ വിമോചനം. അതിനാൽ മുക്തി അല്ലെങ്കിൽ സമ്പൂർണ്ണ വിമോചനം ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ മഹാകാലം എന്ന് വിളിക്കുന്ന ഈ മാനം പരമപ്രധാനമാണ്.